എല്ലാവർക്കും നമസ്കാരം. +2 അക്കൗണ്ടൻസി മാർച്ച് എക്സാമിന് മുന്നോടിയായി റിവിഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ചാപ്റ്ററായി നമ്മൾ നോക്കുന്നത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. അതിലെ പ്രോബ്ലം ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എസ്എ ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്. ഞാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും ചെയ്തു പോകുക. ഇത് ഒരു റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ആൻസർ ചെയ്യുന്നതിനോടൊപ്പം ക്വസ്റ്റ്യൻ പറഞ്ഞു പോകാം. റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നമ്മൾ സൊല്യൂഷൻ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്യുമ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ക്യാഷ്, പ്രൊവിഷൻ ഈ രണ്ട് ഐറ്റം ഒഴികെയുള്ള ബാക്കി ഐറ്റംസിനെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഒന്നുകൂടി പറയാം. ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് റിയലൈസേഷൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് നിന്ന് എടുക്കേണ്ടാത്ത ഐറ്റംസ് പ്രൊവിഷൻ, ക്യാഷ് ആൻഡ് ബാങ്ക്, പ്രൊവിഷൻ ഈ രണ്ട് ഐറ്റം ഒഴികെയുള്ള ബാക്കി ഐറ്റത്തിനെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇതിൽ ഫോർമാറ്റ് വരച്ചിട്ടുണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് ഫോർമാറ്റ് വരച്ചു. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ 7,500 ആണ്. അപ്പോൾ അത് നമ്മൾ എടുത്ത് എഴുതി. അതുപോലെ തന്നെ സൺട്രി ഡെപ്റ്റേഴ്സ് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. പ്രൊവിഷൻ്റെ എമൗണ്ട് എഴുതാൻ പാടില്ല. സൺട്രി ഡെപ്റ്റേഴ്സ് എത്രയാണോ ആ എമൗണ്ടാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ ഫിക്സഡ് അസറ്റ് 36,500. ഈ 3 എമൗണ്ട് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. സ്റ്റോക്ക് 7,500, സൺട്രി ഡെപ്റ്റേഴ്സ് 21,500, ഫിക്സഡ് അസറ്റ്സ് 36,500. അതിനുശേഷം ഇപ്പോൾ അസറ്റ് സൈഡിൽ നമ്മൾ എല്ലാ ഐറ്റംസും ട്രാൻസ്ഫർ ചെയ്തു. ഏതൊക്കെ 2 ഐറ്റം എടുക്കാഞ്ഞത്? ക്യാഷും പ്രൊവിഷനും. ഇനി നെക്സ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ലയബിലിറ്റി സൈഡിലാണ്. ലയബിലിറ്റി സൈഡിൽ നമ്മൾ റിസർവ് ഫണ്ട്, അതുപോലെ ക്യാപിറ്റൽ ഇതൊന്നും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ബാക്കി വരുന്ന ഐറ്റംസ് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് ഇപ്പോൾ ലയബിലിറ്റി സൈഡിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ആ ഐറ്റം എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ അസറ്റ് സൈഡിലെ പ്രൊവിഷൻ ഇല്ലേ, ആ ഐറ്റം കൂടി ഈ സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ കൂടെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അതാണ് ഓർത്തിരിക്കേണ്ട കാര്യം. പ്രൊവിഷൻ നമ്മളെപ്പോഴും ലയബിലിറ്റിയുടെ കൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇപ്പോൾ ലയബിലിറ്റി സൺട്രി ക്രെഡിറ്റേഴ്സ് ആണല്ലോ, അപ്പോൾ ആ സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ കൂടെ ഈ പ്രൊവിഷനും കൂടി എൻ്റർ ചെയ്യുക. നമ്മളിപ്പോൾ ക്രെഡിറ്റ് സൈഡ് പ്രൊവിഷൻ 500ഉം സൺട്രി ക്രെഡിറ്റേഴ്സ് 48,000 എൻ്റർ ചെയ്തു. അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നാണ്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് പോകാം. നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റിൽ സ്റ്റോക്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, ഫിക്സ്ഡ് അസറ്റ് ഈ 3 ഐറ്റംസ് റിയലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ, ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ബാങ്ക് എന്നും പറഞ്ഞ് കൊടുത്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നേക്കണ എമൗണ്ട് കൂട്ടി കാണിക്കണം. അപ്പോൾ നമുക്കത് ചെയ്യാം. അതിൽ ആദ്യത്തെ ഐറ്റം സ്റ്റോക്കാണ്. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ എത്രയാണ് തന്നേക്കണേന്ന് നോക്കാം. അഡ്ജസ്റ്റ്മെൻറ്റിൽ സ്റ്റോക്കിൻ്റെ എമൗണ്ട് 7,000 തന്നേക്കണം. അപ്പോൾ അത് ബ്രാക്കറ്റിൽ കൊടുക്കാം. അതിനുശേഷം സൺട്രി ഡെപ്റ്റേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നേക്കുന്നത് 5% ഡിസ്കൗണ്ടാണ് പറയണത്. നിങ്ങൾ ചെയ്യേണ്ടത് സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ 21,500 ആണ് സൺട്രി ഡെപ്റ്റേഴ്സ്. അതിൻ്റെ 5% എന്ന് പറയുമ്പോൾ 1,075 കിട്ടണത്. ഈ എമൗണ്ട് നമ്മൾ 21,500 നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 20,425 ആണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ എഴുതിയത് ബാങ്ക് എന്ന് എഴുതി, അതിൽ സ്റ്റോക്കിനെ റിയലൈസ് ചെയ്ത് എഴുതി, സൺഡേ ഡെപ്റ്റേഴ്സിനെ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്, അപ്പോൾ അത് നമ്മൾ റിയലൈസ് ചെയ്ത് എഴുതി. പിന്നെ നമുക്കുള്ള ഐറ്റം ഫിക്സഡ് അസറ്റാണ്. ഫിക്സഡ് അസറ്റ് റിയലൈസ് ചെയ്തതും അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് 42,000. ഇത് 3 കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഔട്ടർ കോളം കൊടുക്കാൻ. ഈ കാര്യം ഇപ്പം ഈ ഐറ്റം കൂടാതെ വേറെ ഏതെങ്കിലും ഐറ്റം റിയലൈസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടും കൂടി ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്.
അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് സൺഡ്രി ഡെപ്റ്റേഴ്സ് ഇപ്പോൾ ഫിക്സഡ് അസറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫിക്സഡ് അസറ്റിൻ്റെ ഈ എമൗണ്ട് തന്നെ ഇവിടെ ബാങ്കിൻ്റെ കൂടെ എഴുതേണ്ടതാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഫിക്സഡ് അസറ്റ് ബാലൻസ് ഷീറ്റിലും തന്നിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റിലും തന്നിട്ടുണ്ട്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ റിയലൈസ് ചെയ്ത എമൗണ്ട് ഫിക്സഡ് അസറ്റിൻ്റെ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഫിക്സഡ് അസറ്റിൻ്റെ എമൗണ്ട് തന്നെ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. ഫിക്സഡ് അസറ്റിൽ നിന്ന് തന്നെ ഇല്ല, വേറെ ഏതെങ്കിലും ഒരു ഐറ്റം നമ്മുടെ ഡെബിറ്റ് സൈഡിൽ എഴുതിയേക്കുന്ന ഒരു ഐറ്റം അഡ്ജസ്റ്റ്മെൻറ്റിൽ റിയലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ എമൗണ്ടും കൂടി നിങ്ങൾ ബാങ്കിലേക്ക് എൻ്റർ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ലയബിലിറ്റി സൈഡിലുള്ളതാണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റേഴ്സ് മാത്രമേ ലയബിലിറ്റി സൈഡിൽ നിന്ന് റിയലൈസ് ചെയ്തിട്ടുള്ളൂ. ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ ഫുള്ള്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് സൺഡ്രി ക്രെഡിറ്റേഴ്സ് എഴുതിയത്. അഡ്ജസ്റ്റ്മെൻറ്റിലെ എമൗണ്ട് എഴുതുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ബാങ്ക് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റേഴ്സ് റിയലൈസ് ചെയ്തത് ഫുള്ളായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ക്രെഡിറ്റേഴ്സ് എന്ന് എഴുതാൻ പാടില്ല, ബാങ്ക് എന്ന് എഴുതിയിട്ട് 48,000 കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ അസറ്റുകൾ ബാലൻസ് ഷീറ്റിൽ നിന്ന് എഴുതുമ്പോൾ ആ പേരിൽ തന്നെ എഴുതും. റിയലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ബാങ്ക് എന്നാണ് കൊടുക്കേണ്ടത്. ലയബിലിറ്റി സൈഡിൽ നിന്ന് എഴുതുമ്പോൾ നമ്മൾ ആ പേരിൽ എഴുതും. റിയലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ വരുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ ബാങ്ക് എന്നാണ്. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് ഇപ്പോൾ ഡെപ്റ്റേഴ്സ് റിയലൈസ് ചെയ്തത് നമ്മൾ ബാങ്കിൽ എഴുതി, സ്റ്റോക്ക് റിയലൈസ് ചെയ്ത് എഴുതി, ഫിക്സഡ് അസറ്റ് റിയലൈസ് ചെയ്ത് എഴുതി, റിയലൈസേഷൻ എക്സ്പെൻസസ് അത് നമ്മൾ എഴുതിയിട്ടില്ല എവിടെ. അപ്പോൾ നമ്മൾ റിയലൈസേഷൻ എക്സ്പെൻസസ് വരുമ്പോൾ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് എന്നാണ്. റിയലൈസേഷൻ എക്സ്പെൻസസിൻ്റെ ജേണൽ എൻട്രി വരുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക്. അപ്പോൾ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ടു ബാങ്ക് ആണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് എഴുതി, ബ്രാക്കറ്റിൽ റിയലൈസേഷൻ എക്സ്പെൻസസ് എന്ന് എഴുതി, എമൗണ്ട് 1500 എഴുതി. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ എല്ലാ ഐറ്റംസും നമ്മൾ എൻ്റർ ചെയ്തു. ഇതിന് ശേഷം നമ്മൾ രണ്ട് സൈഡ് ടോട്ടൽ ചെയ്യാം, മൈനസ് ചെയ്യാം, എന്നിട്ട് ബാലൻസ് ഷെയർ ചെയ്ത് കൊടുക്കാം. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലായിട്ട് വന്നത്. ക്രെഡിറ്റ് സൈഡിൻ്റെ എമൗണ്ട് രണ്ട് സൈഡിൽ 1,17,925 എൻ്റർ ചെയ്തു. കുറവുള്ള സൈഡിൽ ഈ എമൗണ്ടുകൾ കൂട്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്തപ്പോൾ കിട്ടിയത് 2,925 ആണ്. അത് നമ്മൾ രണ്ടുപേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. 3:2 നമ്മൾ രണ്ടുപേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. ഈ രീതിയിലാണ് റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം തന്നെ എഴുതേണ്ടത് ലയബിലിറ്റി സൈഡിലെ ക്യാപിറ്റലാണ്. അത് ബാലൻസ് ബ്രോ ഡൗൺ എന്നും പറഞ്ഞ് എഴുതണം. പിന്നെ അതുപോലെ തന്നെ ലയബിലിറ്റി സൈഡിൽ റിസർവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാദ്യം നമുക്ക് എഴുതാം. ആദ്യം ബാലൻസ് ബ്രോ ഡൗൺ ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലെ എമൗണ്ട് എൻ്റർ ചെയ്തു. പിന്നെ വരുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലെ റിസർവ്, അത് നമ്മൾ 3:2 രണ്ടുപേർക്ക് ഷെയർ ചെയ്തു. പിന്നെ വേറെ എഴുതേണ്ടത് നമ്മുടെ തൊട്ട് മുമ്പിൽ നമ്മൾ ചെയ്ത റിയലൈസേഷൻ അക്കൗണ്ടിൽ ആ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ലഭിച്ചത് 1,755 1,170 ആണ്. അതാണ് നമ്മൾ റിയലൈസേഷൻ എന്നും പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ റിയലൈസേഷൻ പ്രോഫിറ്റ് എൻ്റർ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് വേറെ ഐറ്റം ഒന്നും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്യാനില്ല. അപ്പോൾ ടോട്ടൽ ചെയ്യുക, മൈനസ് ചെയ്യുക, എന്നിട്ട് അതിനെ നമ്മൾ ബാങ്ക് എന്ന് പോസ്റ്റ് ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ബാലൻസ് കിട്ടുന്ന എമൗണ്ടിനെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതാൻ പാടില്ല, ബാങ്ക് എന്നാണ് എഴുതേണ്ടത്. ഇത് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ടാണ്, ബാലൻസ് ഷീറ്റ് അല്ല, ബാങ്ക് അക്കൗണ്ട്. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ആദ്യം എഴുതേണ്ട ഐറ്റം ബാലൻസ് ബ്രോ ഡൗൺ. ഈ എമൗണ്ട് ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റിൽ ഒരു ക്യാഷോ ബാങ്കോ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം തന്നിട്ടില്ലേ, ആ എമൗണ്ടാണ് ഇവിടെ എഴുതേണ്ടത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ് പറയുന്നത്. റിയലൈസേഷൻ അക്കൗണ്ടിൽ എവിടെയെല്ലാം ബാങ്ക് വന്നിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡിൽ 2 ബാങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്, റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ 2 ബാങ്കിനെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ റിയലൈസേഷൻ എന്നും പറഞ്ഞ് എൻ്റർ ചെയ്യുക. റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ബാങ്ക് എന്നും പറഞ്ഞ് എൻ്റർ ചെയ്തു. ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ റിയലൈസേഷൻ എന്നും പറഞ്ഞ് ആ എമൗണ്ട് തന്നെ, ഇപ്പോൾ ഇവിടെ ബാങ്കിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 48,000 ആണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ റിയലൈസേഷൻ എന്ന് എഴുതി 48,000 എഴുതി. ഇനി ഇവിടെ ബാങ്ക് റിയലൈസേഷൻ എക്സ്പെൻസ് 1,500 ആണ്. അപ്പോൾ നമ്മളത് ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 1,500 എഴുതി.
ഇനി വേറെ ബാങ്ക് വന്നേക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ് ഒരു ബാങ്ക് വന്നേക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡിൽ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ റിയലൈസേഷൻ എന്നും പറഞ്ഞിട്ട് 69,425 നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് എൻ്റർ ചെയ്തു. ഇവിടെ ഡെബിറ്റ് ആയതിനെ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ പോകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യാം. ഇവിടെ ക്രെഡിറ്റ് ആയതിനെ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ പോകുമ്പോൾ ഡെബിറ്റ് ചെയ്യാം. അക്കൗണ്ടിലെ ബാങ്ക് നമ്മൾ 3 എൻ്റർ ചെയ്തു. അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരിക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാങ്ക് വന്നേക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ആ പേരിൽ തന്നെ എഴുതുക. സുപ്രിയാസ് ക്യാപിറ്റൽ, മോണികാസ് ക്യാപിറ്റൽ എന്നും പറഞ്ഞ് എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ 2 എമൗണ്ടും എൻ്റർ ചെയ്തു. അതിനുശേഷം 2 സൈഡ് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ നമ്മുടെ പ്രോബ്ലം ശരിയായെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബാങ്ക് അക്കൗണ്ട് ചെയ്യാൻ സിമ്പിളാണ്. ആദ്യം ബാലൻസ് ഷീറ്റിലെ ക്യാഷിൻ്റെ എമൗണ്ട് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതുക. റിയലൈസേഷൻ അക്കൗണ്ടിലെ ബാങ്കുകൾ ഓപ്പോസിറ്റ് സൈഡിൽ റിയലൈസേഷൻ എന്നും പറഞ്ഞ് എഴുതുക. അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാങ്കിനെ നമ്മൾ ക്യാപിറ്റൽ എന്നും പറഞ്ഞ് എൻ്റർ ചെയ്യുക. അതിനുശേഷം 2 സൈഡ് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ 1,09,925 ലഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ടോ ക്യാപിറ്റൽ അക്കൗണ്ടോ ബാങ്ക് അക്കൗണ്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. മാർച്ചിലെ എക്സാമിന് എസ്സേ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.